നമസ്കാരം. ഇത് രാജീവാണ്, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ CS എക്സിക്യൂട്ടീവിന് ഓഫ്ലൈൻ ക്ലാസ്സുകളും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇതൊരു ഗുരുകുലം ആണ്. ഇവിടെ ഒരു ഗുരുകുലം രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം വരുന്ന 25 കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ. അതിൽ കൂടുതൽ അഡ്മിഷൻ ഇല്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ജൂൺ 2024 പരീക്ഷ ചെയ്ത കുട്ടികളുടെ റിസൾട്ട് വരികയാണ്. ഓഗസ്റ്റ് 25 രാവിലെ 11 മണിക്ക് CS പ്രൊഫഷണലിൻ്റെയും ഉച്ചയ്ക്ക് 2 മണിക്ക് CS എക്സിക്യൂട്ടീവിൻ്റെയും റിസൾട്ട് വരും. കമ്പനി സെക്രട്ടറി കോഴ്സ് എഴുതിയ കുട്ടികളുടെയൊക്കെ ഉള്ളിൽ ബട്ടർഫ്ലൈസ് ഇപ്പം അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. പലരും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. എങ്ങനെ ഞാൻ ഈ റിസൾട്ടിനെ ഫേസ് ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പലരും ഈ പരീക്ഷ കഴിഞ്ഞാൽ പറയുന്നത്, എനിക്ക് പറ്റുന്ന കോഴ്സല്ല ഇതെന്നാണ്. ഞാൻ ഈ കോഴ്സിന് യോഗ്യനല്ല, അല്ലെങ്കിൽ യോഗ്യയല്ല, എന്നെ പോലത്തെ കുട്ടികൾക്ക് പറ്റിയ കോഴ്സല്ല, ഇത് ഭയങ്കര ബുദ്ധിയുള്ള കോഴ്സ്, ആൾക്കാർക്ക് പറ്റിയ കോഴ്സാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല. ഇങ്ങനെ പലവിധ വിചാരങ്ങൾ കടന്നു പോകുന്ന സമയവും ഇനി കടന്നു പോകാൻ സാധ്യതയുള്ള സമയവുമാണ് ഇനി അടുത്ത 3-4 ദിവസം. ഓഗസ്റ്റ് 25 രാവിലെ 11 മണി, ഉച്ചയ്ക്ക് 2 മണി. നോക്കൂ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞ റിസൾട്ടിനെ കുറിച്ച് ആധി കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. അതിന് ആവശ്യമില്ല. കാരണം ഒരു പരീക്ഷ എന്ന് പറയുന്നത് അത് വെറും ഒരു ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ എഴുതിയത്, നമ്മൾ പഠിച്ചത്, നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ടെസ്റ്റ് മാത്രമാണ് പരീക്ഷ. നമ്മൾ നന്നായി പഠിച്ചാലും ചിലപ്പോഴൊക്കെ ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അടുത്ത ആരോ പറഞ്ഞതുപോലെ, ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ ഒരു കുട്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആൾക്ക് ലേണേഴ്സ് കിട്ടി. 2 വീലറും 4 വീലറുമാണ് അദ്ദേഹത്തിന് ലൈസൻസ് എടുക്കാനുണ്ടായിരുന്നത്. ആദ്യം 4 വീലർ എടുത്തു, പെർഫെക്റ്റായി, റോഡ് ടെസ്റ്റും എല്ലാം ക്ലിയർ ചെയ്തു. നന്നായി പഠിച്ച കുട്ടിയാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടിയാണ്. ബൈക്ക് കുറേ കാലമായിട്ട് ഓടിക്കുന്ന ആളാണ്. ആൾക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ ഒരിക്കലും ടെസ്റ്റിൽ പരാജയപ്പെടില്ല. 8 ജയിച്ചു. റോഡ് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നമാണ് ആ കുട്ടി ഫേസ് ചെയ്തത്. ആ കുട്ടിയുടെ വണ്ടിയുടെ എണ്ണ കഴിഞ്ഞു. വണ്ടി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മാഷ് എത്ര പേര് എത്ര കിലോമീറ്റർ 1 ലിറ്റർ എണ്ണ കൊണ്ട് ഓടിച്ചു എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ആ കുട്ടി ടെസ്റ്റിൽ പരാജയപ്പെട്ടു. അത് ആ കുട്ടിയുടെ മിസ്റ്റേക്കാണോ? അല്ല, അത് ഒരു ഇൻസിഡൻ്റ് ആണ്. അതൊരു ഒരു 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 ആക്സിഡൻ്റലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, അതേ കുട്ടിയെ പോലെ തന്നെ നന്നായി പഠിച്ച കുട്ടികളും പല സമയത്തും പരീക്ഷകളിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഒരു പഠിച്ചതിൻ്റെ കുഴപ്പമല്ല, പഠിച്ചത് എക്സ്പ്രസ് ചെയ്യുന്നതിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ 25 വരുന്ന റിസൾട്ടിനെ കുറിച്ച് ആദ്യം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ടെൻഷൻ അടിച്ച് BP കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നോക്കൂ, നിങ്ങൾ എഴുതിയതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. എന്നാൽ നന്നായിട്ട് എഴുതിയാലും ചില സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മുടെ ആ പ്രസൻറ്റേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നിലേക്ക് പോകാൻ. തിരിഞ്ഞോടാൻ വളരെ ഈസിയാണ്. ഒരു പരീക്ഷ പരാജയപ്പെടുമ്പോൾ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞോടാൻ, അയ്യോ എന്ന് നിലവിളിച്ച് തിരിഞ്ഞോടാൻ വളരെ ഈസിയാണ്. എന്നാൽ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്ത് തൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോയി സോൾവ് ചെയ്താലാണ് നമ്മൾ വിജയിക്കുന്നത്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു. 100 കണക്കിന് കുട്ടികളെ ഞാനിവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവസരങ്ങൾ ഉണ്ടാകുമോ ഞങ്ങളെല്ലാം പഠിച്ച് പാസ്സായാൽ എന്നുള്ളതാണ്.
ഈ ഒരു കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ, ഈ പ്രൊഫഷനെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. കമ്പനി സെക്രട്ടറിയുടെ ആവശ്യം കൂടി വരികയാണ്. ഞാൻ ഫേസ് ചെയ്യുന്ന കോളുകൾ, പല കോർപ്പറേറ്റുകളും പല പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസും ഇങ്ങോട്ട് വിളിച്ചാണ് അവർക്ക് ട്രെയിനീസിനെ വേണം അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയെ വേണം എന്ന് പറയുന്നത്. രാജീവ് സാർ 2 ആളെയോ 3 ആളെയോ 4 ആളെ അയച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരാളെ പോലും അയക്കാനില്ലാത്തൊരവസ്ഥ. സ്കെർസിറ്റി ഓഫ് റിസോഴ്സ്, അതായത് അത്രമാത്രം കുട്ടികൾ പാസ്സായി വരാത്തൊരവസ്ഥ. മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ധാരാളം അവസരമുണ്ട്. ആരും എന്നോട് ചോദിച്ചില്ല ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സായ കുട്ടിയാണോ, രണ്ടാമത്തെ അറ്റംപ്റ്റിൽ പാസ്സായ കുട്ടിയാണോ, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ പാസ്സായ കുട്ടിയാണോ എന്ന് എന്നോട് ആരും ചോദിച്ചില്ല. ആരും ചോദിക്കുന്നില്ല. സോ പേടിക്കാതിരിക്കുക. ഈ പരീക്ഷയിൽ, ഈ ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിരുന്നില്ല എന്നും നമുക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ടെന്നും ആ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് പാസ്സാകുമെന്നുമാണ്. അതല്ലാതെ നിങ്ങൾ ഈ കോഴ്സിന് യോഗ്യനല്ല അല്ലെങ്കിൽ യോഗ്യയല്ല എന്നല്ല ഈ ടെസ്റ്റ് പറയുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ആ ശ്രമത്തിൽ കുറച്ച് പോരായ്മകളുണ്ട്, ആ പോരായ്മകളെ ഓവർകം ചെയ്തു വരൂ എന്നാണ് ഈ ടെസ്റ്റ് പറയുന്നത്. അതല്ലാതെ തിരിഞ്ഞോടാനല്ല. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ കോഴ്സ് അത്രമാത്രം ഈസി ആയിരുന്നു എങ്കിൽ, വളരെ ഈസി ആയിട്ട് പാസ്സാകാവുന്നതായിരുന്നു ഈ കോഴ്സ് എങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ അത്രമാത്രം കമ്പനി സെക്രട്ടറികളെ കണ്ടേനെ. എന്നാൽ അതല്ല അതിൻ്റെ സിറ്റുവേഷൻ. ഈ കോഴ്സ് പാസ്സാകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല. ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചതിനെക്കാട്ടിലും 1-2 പ്രാവശ്യം നമുക്ക് ശ്രമിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ലോകത്ത് ഒരു ഭീതിയുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ നിരന്തരം ശ്രമിക്കാൻ തയ്യാറായ ആൾക്കാർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷ എഴുതിയാൽ, ജയിച്ചാൽ കൺഗ്രാജുലേഷൻ, തോറ്റാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെല്ലാം സഹായം നമ്മൾ ഇന്ന് ചെയ്യാൻ സാധിക്കുമോ നമ്മൾ ചെയ്തു കൊടുക്കും. CS എക്സിക്യൂട്ടീവിൻ്റെ ഓൾഡ് സിലബസിലെ അവസാനത്തെ അറ്റംപ്റ്റാണ് ഡിസംബർ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഞാൻ സെപ്റ്റംബർ 1st വീക്കിൽ ചെയ്യും. അവർക്ക് വേണ്ടി മാത്രം ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി മാത്രം. സോ പേടിക്കാതിരിക്കുക. പരാജയ ഭീതി മനസ്സിൽ നിന്ന് മാറ്റുക. ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നു. ഇതിനെക്കാട്ടിലും കൂടുതൽ ശ്രമിച്ചാൽ മാത്രമേ ഇതിനെക്കാട്ടിലും കൂടുതൽ ഫലം കിട്ടൂ, ഇതിനെക്കാട്ടിലും വലിയ ഫലം കിട്ടൂ എന്ന് മനസ്സിലാക്കുക. ലൈഫ് ഈസ് എ ചാലഞ്ച്. ചലഞ്ചിനെ ഫേസ് ചെയ്യുക. ഞങ്ങളെല്ലാം അങ്ങനെ ഫേസ് ചെയ്ത് വന്നവരാണ്. അതുകൊണ്ട് പേടിക്കാതിരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, whenever you need an advice, whenever you are facing a problem, as a company secretary, the entire community is there to help you, and I am also here to help you. അടുത്തൊരു വീഡിയോ വരേക്കും, this is Rajiv signing off. Thank you.